my children. Let us start our class. Now we are going to study a reporter speech. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് ചെയ്യുന്നു? Good morning my children. Let us start our class. Now we are going to study a reporter speech. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന റിപ്പോർട്ടർ സ്പീച്ചാണ്. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ വരുമ്പോഴേക്കും റിപ്പോർട്ടർ സ്പീച്ച് 2 മാർക്ക്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് otherwise known as indirect speech. റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ്. വാട്ട് ഈസ് റിപ്പോർട്ടർ സ്പീച്ച്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, നേരിട്ടും ഡയറക്റ്റ് നേരിട്ട്, ഇൻഡയറക്റ്റ് പരോക്ഷം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? നമ്മൾ മലയാളത്തിൽ ഇപ്രകാരമായിട്ടാണ് പറയാറുള്ളത്: സാക്ഷാൽ സംഭാഷണവും അന്വാഖ്യാന സംഭാഷണവും എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് റിപ്പോർട്ടർ സ്പീച്ച്? എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്? ഒരാൾ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ ഇപ്രകാരമാണ് പറയുക: ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഉചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മറ്റാൾക്കാരോട് പറയുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഉചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മറ്റുള്ള ആൾക്കാരോട് പറയുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എന്താണോ പറയുന്നത് നമുക്കതിനെ 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നേരിട്ടും പറയാം, പരോക്ഷമായിട്ട് ഒരാളെ വിട്ടും പറയിപ്പിക്കാവുന്നതാണ്. അപ്പോൾ വി ക്യാൻ റിപ്പോർട്ട് വാട്ട് എ പേഴ്സൺ സെയ്സ് ഇൻ 2 ways. ഒരു വ്യക്തി എന്താണോ പറയുന്നത് നമുക്കതിനെ 2ആയിട്ട് പറയാൻ പറ്റും. വി ക്യാൻ റിപ്പോർട്ട് വാട്ട് എ പേഴ്സൺ സെയ്സ് ഇൻ 2 ways. വി ക്യാൻ റിപ്പോർട്ട് വാട്ട് എ പേഴ്സൺ സെയ്സ് ഇൻ 2 ways. അപ്പോൾ ഒരു വ്യക്തി എന്താണോ പറയുന്നത് അത് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. When we report the actual words of the speaker, സംസാരിക്കുന്ന ആളിൻ്റെ അതേ പദങ്ങൾ തന്നെയാണ്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ it is called a direct speech or quoted speech എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ എന്താ പറഞ്ഞേ? once again, when we report the actual words of the speaker, it is called direct speech. We can report what a person says in 2 ways. When we report the actual words of the speaker, it is called direct speech. എന്നാൽ നേരെ മറിച്ച് സംസാരിക്കുന്ന ആളിൻ്റെ പദങ്ങൾ കൊട്ടേഷൻ ഇല്ലാതെ ഉദ്ധരണിക്കകത്തല്ലാതെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. When we report the words of the speaker without quotation, words of speaker without quotation, it is called a reporter speech or indirect speech. When we report the words of the speaker without quotation, it is called indirect speech or reporter speech. ചെറിയൊരു നിർവചനമാണ്, സ്മാൾ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? വി ക്യാൻ റിപ്പോർട്ട് വാട്ട് എ പേഴ്സൺ സെയ്സ് ഇൻ 2 ways. When we report the actual words of the speaker, it is called direct speech. But when we report the words of the speaker without quotation, it is called indirect speech. നമുക്ക് let us start. നമുക്ക് ആരംഭിക്കാം. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് നോക്കുക. ഒരു സെന്റൻസ് ഞാൻ ഇവിടെ എഴുതുകയാണ്: രാമു സെറ്റ്. രാമു സെറ്റ് within quotation, comma, I am boy.
രാമു സെറ്റ് ഐ ആം ഗോയിങ്. ലുക്ക് അറ്റ് ദ ബോർഡ്. ബോർഡ് നോക്കൂ. രാമു സെറ്റ്, രാമു പറഞ്ഞു ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതില് ഈ സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത്രയും ഒരു ഭാഗം, ഇത്രയും ഒരു ഭാഗം കണ്ടല്ലോ. അതായത് രാമു സെറ്റ് ഐ ആം ഗോയിങ്. അപ്പോൾ ഇത് ഇത്രയും എന്താണ് കൊട്ടേഷനകത്തുള്ള ഭാഗം, ഇത്രയും കൊട്ടേഷന് വെളിയിലുള്ള ഭാഗം. റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ടഡ് വെർബും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ലളിതമായി ചിന്തിക്കുക. ലളിതമായിട്ട് നമുക്ക് പറയാം എന്താണ്, റിപ്പോർട്ടർ സ്പീച്ചിൽ രണ്ട് ഭാഗങ്ങൾ കാണും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്, കൊട്ടേഷന് ഉദ്ധരണിക്കകത്ത് ഉള്ള ഭാഗവും ഉദ്ധരണി അല്ലെങ്കിൽ കൊട്ടേഷന് ഉദ്ധരണിക്ക് പുറത്തുള്ള ഭാഗവും. അപ്പോൾ ഈ ഉദ്ധരണിക്ക് പുറത്തുള്ള ഭാഗം അതുപോലെ എഴുതുകയാണ്. നോക്കുക, രാമു സെറ്റ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെയും റിപ്പോർട്ടർ സ്പീച്ചിൽ യോജിപ്പിക്കാൻ വേണ്ടി ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കണം. അതായത് കൊട്ടേഷന് പുറത്തുള്ള ഭാഗത്തെയും കൊട്ടേഷനകത്തുള്ള ഭാഗത്തെയും തമ്മിൽ റിപ്പോർട്ടർ സ്പീച്ചിൽ യോജിപ്പിക്കാൻ വേണ്ടി, കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. ദാറ്റ് എന്ന ഘടകം ഉപയോഗിക്കുന്നു. അപ്പോൾ രാമു സെഡ് ദാറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഐ ആൻഡ് വി ആർ ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ദ വേർഡ് ഐ ആൻഡ് വി ആർ നോൺ ആസ് ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ എന്നറിയപ്പെടുന്നത് ഐ എന്ന സബ്ജക്റ്റ്, ഐയും വിയും സബ്ജക്റ്റ് എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഇതിൽ പിന്നെ സെക്കൻഡ് പേഴ്സൺ നിങ്ങൾക്ക് അറിയാം, യു സെക്കൻഡ് പേഴ്സൺ, റിമൈനിങ് പാർട്ട് തേർഡ് പേഴ്സൺ ആണ്. അവിടെ നിൽക്കട്ടെ. ഇൻ റിപ്പോർട്ട് സ്പീച്ച് ദ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് മീൻസ് ഐ either becomes he or she. അപ്പോൾ ഐ വരികയാണെങ്കിൽ, അപ്പോൾ ഈ കൊട്ടേഷനകത്ത് എന്താണ്, ഐ വരികയാണെങ്കിൽ അത് ഒന്നുകിൽ ഹി ആയിട്ടും അല്ലെങ്കിൽ ഷീ ആയിട്ടും മാറുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിപ്പോർട്ടർ സ്പീച്ചിൽ ഐ വരികയാണെങ്കിൽ, ഡയറക്റ്റ് സ്പീച്ചിൽ ഐ വരികയാണെങ്കിൽ ഒന്നുകിൽ എന്തായി മാറുന്നു, ഹി അല്ലെങ്കിൽ ഷീ ആയി മാറും. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇൻ റിപ്പോർട്ടർ സ്പീച്ച് ദ വേർഡ് ഐ ബിക്കംസ് either becomes he or she. ഒന്നുകിൽ അത് ഹി ആയി മാറുന്നു അല്ലെങ്കിൽ ഷീ ആയി മാറും. അത് നമുക്ക് നോക്കാം. ഇതാ കണ്ടല്ലോ, ഇവിടെ എന്തുണ്ട്, ഐ കിടക്കുകയാണ്. ഈ ഐ എന്തായി മാറും? ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒന്നുകിൽ ഹി ആവണം അല്ലെങ്കിൽ ഷീ ആവണം. ഒന്നുകിൽ ഹി ആവും അല്ലെങ്കിൽ ഷീ ആവും. നമുക്ക് എങ്ങനെ നോക്കാം? അപ്പോൾ അതിന് എളുപ്പമാണ്. ഈ സംസാരിക്കുന്ന ആളിനെ ഒന്ന് നോക്കുക. രാമു. ജെൻഡർ എന്താണ്? ജെൻഡർ, ലിംഗഭേദം, ജെൻഡർ. രാമു. അപ്പൊ നമ്മൾ ഇത് നോക്കേണ്ടത് ഹി ആണോ ഷീ ആണോ എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി അപ്പോൾ സംസാരിക്കുന്ന ആളിൽ നമ്മൾ നോക്കുന്നു. അപ്പോൾ രാമു എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയുടെ പേരായതുകൊണ്ട് നമ്മളവിടെ ഹി ഉപയോഗിക്കുന്നു. മനസ്സിലായി കാണും. രാമു എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി ആയതുകൊണ്ട്, ഒരു ആണായതുകൊണ്ട്, പുരുഷനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഐയുടെ സ്ഥാനത്ത് നമ്മൾ ഹി ഉപയോഗിക്കുന്നു. ഐയുടെ സ്ഥാനത്ത് നമ്മൾ ഹി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് എഴുതി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഐക്ക് മാറ്റം വരുന്നു. അവിടെ എന്തെഴുതി? ഹി എഴുതി. എന്തുകൊണ്ട് ഹി വന്നു? എന്തുകൊണ്ട് ഷീ വന്നില്ല? ഈ രാമുവിന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷീ ആയി മാറുമായിരുന്നു. ഇനി സഹായക ആക്സിലറി വെർബ്സ് നിങ്ങൾക്കറിയാം. auxiliary verbs പഠിക്കണം. auxiliary verbs. അപ്പോൾ they are 24 in number. എത്ര? 24 ആൾക്കാർ. they are 24 in number. എന്താണ്? അപ്പോൾ 24 പേരുണ്ടായിരുന്നു. 24 പേര് അതിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യമായി പഠിക്കേണ്ട ഒരു നിയമമാണ് പറഞ്ഞത് ഈസ്, ആം, ആറ്. ഈസ്, ആം, ആറ്. അപ്പോൾ ഈ ഈസ് റിപ്പോർട്ട് സ്പീച്ചിൽ ഈസ്, ആമോ, ആറ് വന്നാൽ അതിനെ എന്താണ് റിപ്പോർട്ട് സ്പീച്ച് ആക്കാൻ വേണ്ടി തരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കണം? വാസോ, വേറോ ആക്കണം. ഇത്
ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചില് ഈസ് അതായത് തന്നിരിക്കുന്ന ചോദ്യത്തില് അപ്പോൾ സബ്ജക്റ്റ് അല്ല കൊട്ടേഷൻ അകത്ത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് വരികയോ ആമോ വരികയോ ആറു വരികയോ ചെയ്താൽ അത് ഒന്നുകിൽ വാസോ അല്ലെങ്കിൽ വേറോ ആയി മാറുന്നു. ഇതാണ് ഒരു നിയമം. അപ്പോൾ ഒരു റൂൾ ഇതാണ്. എന്താണ്? ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് ആം ഓർ ആർ becomes was or where എന്താണ്? റിപ്പോർട്ടർ സ്പീച്ചിൽ ഈസ് വരികയോ ആമു വരികയോ ആറ് വരികയോ ചെയ്താൽ അത് വാസോ വേറോ ആയി മാറുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രം. ഇതിന് പകരം സെയ്സ് എന്നായാൽ ഇതിന് മാറ്റം വരുന്നില്ല. അതവിടെ നിന്നോട്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ സെഡ് എന്നാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഈ മാറ്റം സംഭവിക്കുന്നുള്ളൂ. ഈ സെഡ് എന്നതിന് പകരം നമ്മൾ സെയ്സ് എന്ന് വരികയാണെങ്കിൽ ഈ ടെൻസിന്റെ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈസ് ആമു ആർ. അപ്പോൾ റൂൾ നമ്പർ 1 ഞാൻ പറയാണ്. ഇതിനെ മൊത്തം ബാക്കിയാണ് ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുകയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഹെഡിങ് കൊടുത്തു. ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? We can report what a person says in 2 ways. When we report the actual words of speaker, it is called direct speech. But on the otherwise, when we report the words of speaker without quotation, it is called a reported speech. Then rule first. Rule number 1. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. I becomes he or she first. Rule number 2, is am are becomes was or were. Is am are becomes was or were. Is am are becomes was or were. Then another one. Said to. പുതിയൊരു കാര്യം പറയുകയാണ്. Said to becomes. Said to becomes told. ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. സെഡ് ടു ബിക്കംസ് ടോൾഡ്. സെഡ് ടു വീണ്ടും മാറ്റം വരുന്നുണ്ട്. തൽക്കാലം ഇപ്പോഴത്തെ ബേസിക് ആയിട്ട് നമ്മൾ ടോൾഡ് പറയുന്നു. ടോൾഡ് അടുത്തയിലേക്ക് വരുമ്പോഴേക്ക് ഇൻട്രോഗേറ്റീവ് സെൻസിലൊക്കെ വരുമ്പോൾ മാറ്റം വരും. അത് പിന്നീട് ഇൻട്രോഗേറ്റീവിലും ഇമ്പരേറ്റീവിലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇതിൽ പറയുന്നു സെഡ് ടു ബിക്കംസ് ടോൾഡ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. റൂൾ നമ്പർ ഫസ്റ്റ്, ദ വേർഡ് ഐ ബിക്കംസ് എയ്തർ ഹി ഓർ ഷീ. അതുപോലെ തന്നെ വേറെ ഒന്നുകൂടിയുണ്ട്. ദ വേർഡ് വി ബിക്കംസ് എന്താണ്? ദേ. ദ വേർഡ് വി ബിക്കംസ് ദേ. ദേ ആയി മാറുന്നു. വി ദേ ആയി മാറുന്നു. അപ്പോൾ ഒന്നാമത്തെ നിയമം ഐ വന്നാൽ ഹിയോ ഷീയോ ആയി മാറുന്നു. സംസാരിക്കുന്ന ആൾ ആണാണെങ്കിൽ ഹി എന്നും സംസാരിക്കുന്ന ആൾ പെണ്ണാണെങ്കിൽ ഷീ ആയി മാറുന്നു. അടുത്ത വി എന്ന സബ്ജക്റ്റ് വരികയാണെങ്കിൽ അതിനെ ദേ ആക്കി മാറ്റുന്നു. അടുത്ത് റൂൾ നമ്പർ 2 വന്നിട്ട് ഈസ് വരികയോ ആമോ വരികയോ ആറ് വരികയോ ചെയ്താൽ അത് വാസോ വേറോ ആക്കണം. വാസോ വേറോ ആക്കണം. സെഡ് ടു വന്നാൽ അതിനെന്താക്കണം? സെഡ് ടു വന്നാൽ അതിനെ ടോൾഡ് ആക്കണം. സെഡ് ടു വന്നാൽ അതിനെ ടോൾഡ് ആക്കേണ്ടതാണ്. അതിനെ സെഡ് ടു വന്നാൽ ടോൾഡ് ആക്കേണ്ടതാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഉദാഹരണത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക. ഉദാഹരണത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഉദാഹരണം എഴുതിയാണ്. മനു said to Radha, I am reading a poem. I am reading. നോക്ക്, ഈ സെൻസ് നോക്കുക. മനു രാധയോട് പറഞ്ഞു, ഞാൻ ഒരു
പദ്യം വായിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മൾ ആദ്യം നോക്കുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും കൊട്ടേഷനകത്തുള്ള ഭാഗവും. അപ്പൊ ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത് കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും കൊട്ടേഷനകത്തുള്ള ഭാഗവും. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും കൊട്ടേഷനകത്തുള്ള ഭാഗവും. ഇനി നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതാനായിട്ടൊന്ന് ശ്രമിക്കുക. നമ്മൾ ആ 3 നിയമങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ ഈ മനുവിന് യാതൊരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല. മനു അതുപോലെ എഴുതി. എല്ലാവർക്കും പറ്റുമല്ലോ, മനു അതുപോലെ എഴുതി. ഇനി നമ്മൾ നോക്കൂ, സെഡ് ടു വന്നാൽ പറഞ്ഞിട്ടുണ്ട്. സെഡ് ടു വന്നാൽ അതിന് എന്താക്കണം? ടോൾഡ് ആക്കണം. സെഡ് ടു വന്നാൽ ടോൾഡ് ആക്കണം. പഠിച്ചിട്ടില്ലേ? 1ാമത്തെ നിയമത്തിൽ പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. 3ാമത്തെ നിയമമാണെന്ന് തോന്നുന്നു. സെഡ് ടു വന്നാൽ ടോൾഡ് ആക്കണം. അപ്പോ ഇവിടെ നമ്മൾ എഴുതുന്നു ടോൾഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ടോൾഡ് ടു എന്ന് എഴുതാൻ പാടില്ല. സെഡും ടൂവും കൂടി ഒരുമിച്ച് ചേർന്നാണ് ടോൾഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ടോൾഡ് ടു എന്ന് എഴുതാനായിട്ട് പാടുള്ളതല്ല. ടോൾഡ് ടു എഴുതാൻ പാടില്ല. അപ്പോൾ സെഡ് ടു വന്നതുകൊണ്ട് ടോൾഡ് ആയി. അപ്പോൾ മനു ടോൾഡ്, മനു താഴെ എഴുതി, സെഡ് ടു ടോൾഡ് എഴുതി. അടുത്ത രാധയെ ഇനി താഴെ ഇറക്കി. രാധ അതുപോലെ എഴുതുന്നു. എഴുതി കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഈ കൊട്ടേഷൻ കണ്ടല്ലോ. കൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ കൊട്ടേഷൻ മാറ്റുന്ന സ്ഥലത്താണ് നമ്മൾ ദാറ്റ് എഴുതുക. കൊട്ടേഷൻ വരുന്ന ആ ഭാഗത്താണ് നമ്മൾ ദാറ്റ് എഴുതുക. അപ്പോ മനു അതുപോലെ എഴുതിയിട്ടുണ്ട്, സെഡ് ടു ടോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, രാധ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഈ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? ആ കൊട്ടേഷൻ എവിടെയാണോ കൊട്ടേഷൻ വരുന്നത് ആ സ്ഥലത്താണ് ദാറ്റ് എഴുതുക. ദാറ്റ് എഴുതി. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? അപ്പോൾ ഐ മാറണ്ടേ? ഫസ്റ്റ് പേഴ്സൺ അല്ലേ ഐ? അപ്പോൾ ഐ മാറേണ്ടത് അത്യാവശ്യമാണ്. ഐ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1ാം നിയമത്തിൽ ചെയ്തിട്ടുണ്ട്, ഐ വന്നാൽ നമ്മൾ ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷീ ആയി മാറുന്നു, അല്ലെങ്കിൽ വി വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെ ദേ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഐ വന്നിട്ടുണ്ട്, ഐ ഒന്നിൽ ഹി അല്ലെങ്കിൽ ഷീ ആയി മാറുന്നു. ഇത് ഏതായി മാറും? എങ്ങനെയാ കണ്ടെത്തുക? ഞാൻ പറഞ്ഞു, സംസാരിക്കുന്ന ആളിനെയാണ് നോക്കുക, അല്ലാതെ കേൾക്കുന്ന ആളിനെയല്ല. മനു സംസാരിക്കുന്നു, രാധ കേൾക്കുന്നു. അപ്പോൾ സംസാരിക്കുന്ന ആള് മനുവാണ്. മനു ഒരു ആൺകുട്ടി ആയതുകൊണ്ട്, ഒരു പുരുഷനായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹി ആണ്. ഹി എഴുതുമ്പോൾ കൊച്ചക്ഷരത്തിലാണ് എഴുതാറുള്ളത്, സ്മാൾ ലെറ്ററിലാണ് ഹി. മനസ്സിലായി? അപ്പോൾ മനു അതുപോലെ എഴുതി, സെഡ് ടു ടോൾഡ് എഴുതി, ടോൾഡ് ടു എന്ന് എഴുതൂല. രാധ അതുപോലെ താഴെ എഴുതി. കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? ദാറ്റ് കൊടുത്തു. ഐക്ക് മാറ്റം സംഭവിച്ചു, ഐ ഹി ആയി മാറി. എങ്ങനെയെന്നറിയാലോ? ഐ വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഹിയോ അല്ലെങ്കിൽ ഷീയോ ആയി മാറുന്നു. അപ്പോൾ സംസാരിക്കുന്ന ആള് മനു എന്ന് പറയുന്നത് ഒരു പുരുഷനായതുകൊണ്ട് ഈ ഐ എന്നുള്ളത് ഹി ആയി മാറി. അപ്പൊ നമ്മൾ നോക്കൂ, ഇതൊരു പെൺകുട്ടിയുടെ പേരായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷീ ആയി മാറുമായിരുന്നു. ഈ സ്ഥലത്ത് വി വന്നാൽ അത് ദേ ആയി മാറുമായിരുന്നു. അപ്പൊ എഴുതി കഴിഞ്ഞു. അടുത്തെന്താ ഉള്ളത്? ആമ്. നമ്മള് നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, ഈസ് വരികയോ ആമ് വരികയോ ആറ് വരികയോ ചെയ്താൽ അത് വാസോ അല്ലെങ്കിൽ വേറോ ആക്കി മാറ്റുന്നു. വാസോ വേറോ ആയി മാറുന്നു. അപ്പൊ ഇവിടെ വന്നത് കൊണ്ട് ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ. നിങ്ങൾക്കറിയാം, വാസ് സിംഗുലർ ആണ്, വേറെ പ്ലൂറൽ ആണ്. എന്ന് വെച്ചാൽ വാസ് ഏകവചനവും വേറെ ബഹുവചനമാണ്. അപ്പോ ഇവിടെ ഹി എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട് ഇതെന്തായി മാറുന്നു? വാസായി മാറുന്നു. ഹി എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട് വാസായി മാറുന്നു. ഇനി ഒന്നുമില്ല. ദെൻ റൈറ്റ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. ആ സെന്റൻസിലെ ബാക്കി ഭാഗം എന്താണ്? റീഡിങ് ഈ പോയം. ഫുൾ സ്റ്റോപ്പ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ എന്ത് ഒഴിവാക്കിയിട്ടുണ്ട്? കൊട്ടേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. കൊട്ടേഷൻ ഒഴിവാക്കിയതിന് പകരമായിട്ടാണ് നമ്മളുടെ ദാറ്റ്. നോക്കുക, മനു told Radha that he was reading a poem. Manu told Radha that he was reading a poem. Next, another example. Sudha said to them, I
വേണ്ട. സീത ഈസ് സ്ലീപ്പിംഗ്. സുധ said to them. സുധ അവരോട് പറഞ്ഞു സീത ഉറങ്ങുകയാണ്. അപ്പൊ ഇതിൽ എഴുതുമ്പോൾ സുധയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. എഴുതി. സെഡ് ടു എന്തായി? മോളിൽ എഴുതിയതുപോലെ ടോൾഡായി. ദമ്മിനെ അതുപോലെ താഴെ ഇറക്കി. ഈ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? ദാറ്റ് കൊടുത്തു. ഇവിടെ അയ്യോ വിയോ ഒക്കെ വരികയാണെങ്കിൽ, പ്രോനൗൺ വരികയാണെങ്കിലാണ് മാറ്റം വരിക. പ്രോനൗൺ വന്നാൽ മാത്രമേ, സർവനാമം വന്നാൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. സീത എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. അതുകൊണ്ട് ആ പേര് അതുപോലെ എഴുതുന്നു. സീത എഴുതി. കണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്ത് മാറ്റേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. പ്രോപ്പർ നൗൺ വരികയാണെങ്കിൽ, പ്രോനൗൺ വരികയാണെങ്കിൽ മാത്രമേ മാറ്റം വരുള്ളൂ. പ്രോപ്പർ നൗൺ വരികയാണെങ്കിലേ മാറ്റം വരുന്നുള്ളൂ. എന്താണ് ഇത് യഥാർത്ഥം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എന്താണ് ഈ പ്രോപ്പർ നൗൺ വന്നിരിക്കുന്നത് കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പ്രോനൗൺ വന്നാൽ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ സീത അവിടെ വന്നു. അപ്പോൾ നമുക്കറിയാലോ ഈസിന്റെ മാറ്റം പറഞ്ഞു. സീത എന്ന് പറഞ്ഞ ഏകവചനമായതുകൊണ്ട് ഈസ് എന്നുള്ളത് വാസായി മാറുന്നു. വാസ് സ്ലീപ്പിംഗ്. അടുത്ത് വേറൊന്ന്, സ്റ്റുഡൻസ് സെറ്റ്. Students said, we are studying. We are studying. Students said, we are studying. അപ്പോൾ സ്റ്റുഡൻസ് ആരോട് പറയുന്നു എന്ന് ലിസണറുടെ ഇല്ല. ശ്രദ്ധിക്കണം. ഇതിൽ ലിസണർ ഉണ്ട്, ദമ്മുണ്ട്, ലിസണർ ഉണ്ട്, രാധയുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുക? സ്റ്റുഡൻസ് പറയുന്നത് കേൾക്കുന്ന ആളല്ല, കേൾക്കുന്ന ആളില്ല. അങ്ങനെ സെഡ് ടു വന്നില്ല എങ്കിൽ നമ്മൾ എന്താ എഴുതുക? നോക്കിക്കോളാം. സ്റ്റുഡൻസ് സെഡ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. സെഡ് ദാറ്റ്. സ്റ്റുഡൻസ് സെഡ് ദാറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ആണല്ലോ. അപ്പോൾ സെഡ് ടു വന്നാലേ നമ്മൾ ടോൾഡ് ആക്കേണ്ടതുള്ളൂ. സെഡ് മാത്രം വരികയാണെങ്കിൽ സെഡ് ദാറ്റ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ സ്റ്റുഡൻസ് സെഡ് ദാറ്റ്. ഞാൻ പറഞ്ഞു വി വന്നാൽ എന്തായി മാറും? വി വന്നാൽ എന്തായി മാറും? ദാ കണ്ടോ, ദേ ആയി മാറും. അപ്പോൾ എന്ത് ചെയ്യുന്നു? വിയുടെ സ്ഥാനത്ത് നമ്മൾ ദേ എഴുതി. ദേ വന്നാൽ ആറെന്തായി മാറും? ദേ ബഹുവചനമായതുകൊണ്ട് ആറെന്നുള്ളത് എന്തായി മാറുന്നു? വേറായി മാറുന്നു. ഇനി എന്ത് ചെയ്യുന്നു? സ്ലീപ്പിംഗ് അതുപോലെ എഴുതുന്നു. അപ്പോൾ അതിന്റെ ഉത്തരമായി. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് പറയുന്നു. നമ്മൾ പഠിച്ചത് 3 നിയമങ്ങളാണ്. എന്താണ്? അപ്പോൾ ഈസാമാർ വന്നാൽ വാസോ വേറോ ആയി മാറുന്നു. ദ വേർഡ് ഐ. അപ്പോൾ ഇൻ റിപ്പോർട്ട് സ്പീച്ച് is, am, are becomes was or were. Then in report speech the word I first person becomes either becomes he or she. The word we becomes they. That is the rule. Then another one, said to becomes told. Said to becomes told. Said to എന്നുള്ളത് ഇതായി മാറുന്നു, ടോൾഡ് ആയി മാറുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഉദാഹരണങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ഭാഗത്ത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കുമല്ലോ, നിങ്ങൾ നന്നായി നോക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിച്ച നിയമങ്ങൾ ആദ്യം ഒന്നുകൂടി ഞാൻ റീബൈൻഡ് ചെയ്യുകയാണ്. എന്താണ്? വാട്ട് ഈസ് റിപ്പോർട്ട് സ്പീച്ച്? വി ക്യാൻ റിപ്പോർട്ട് വാട്ട് എ പേഴ്സൺ സേസ് ഇൻ 2 ways. ഒരു വ്യക്തി എന്താണോ പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. When we report the actual words of speaker, it is called their speech. But on the other ways, when we report the words of speaker without quotation, it is called report speech or indirect speech. Then let us remember these rules. Then in report speech, is, am, or becomes was or were. The word I becomes either he or she. Then the word we becomes they. Then said to becomes told. These are the rules. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ നിയമങ്ങൾ ഇത്രയാണ്. ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കി കാണും. ഇതിൽ സംശയമില്ല എന്ന് കരുതുന്നു. ബാക്കി ഇത്രയും നന്നായി പഠിച്ചു വയ്ക്കുക. നമ്മൾ എവിടെ പോയാലും അത്യാവശ്യമായ കാര്യമാണ് റിപ്പോർട്ട് സ്പീച്ച്. ഇപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ പരീക്ഷയിൽ കമ്പൽസറി 2 മാർക്കിനുള്ളതാണ്. 9ാം ക്ലാസ്സിൽ മാത്രമല്ല 10ാം ക്ലാസ്സിലും 2 മാർക്ക്. അടുത്ത +1 പോവുകയാണെങ്കിൽ 6-7 മാർക്ക് വരെ കിട്ടുന്നുണ്ട്. അങ്ങോട്ട് അതിൻ്റെ മാർക്കിൻ്റെ നിലവാരം കൂടുന്നു. ബേസിക്കായിട്ട് പറഞ്ഞതാണ്. ഇത്രയും നന്നായി പഠിച്ചു വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ക്ലാസ്സിൽ തുടരും. എല്ലാവർക്കും നമസ്കാരം.